ജീത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം പറഞ്ഞു വരുന്നത് ദൃശ്യത്തെക്കുറിച്ചാണെന്ന്. 2013 ജോർജ് കുട്ടിയും കുടുംബവും ഒരു വ്യത്യസ്ത ത്രില്ലറുമായി പ്രേക്ഷകരിലേക്ക് എത്തിയപ്പോൾ വേറിട്ട ദൃശ്യാനുഭവം സമ്മാനിച്ച ചിത്രം അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. ബോക്സ് ഓഫീസിൽ അന്ന് തരംഗം തീർത്ത് മുന്നേറിയ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം ഇറങ്ങിയത് 2021 കൊറോണ കാലത്താണ്. അന്ന് OTT പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈമിൽ റിലീസായ ദൃശ്യം 2-വിനും മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത്. രണ്ടാം ഭാഗവും സൂപ്പർ ഹിറ്റ് ആയതോടെ മൂന്നാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങി ആരാധകർ. ചിത്രത്തിന്റെ ഒരുക്കങ്ങൾ തകൃതിയിൽ നടക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പാക്കപ്പ് വീഡിയോ വലിയ ആവേശത്തോടെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. ഒരു ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിനായി ഇത്രത്തോളം ആവേശത്തോടെ കാത്തിരിക്കുന്നതൊക്കെ അപൂർവമാണ്. ഓരോ അപ്ഡേറ്റ് പുറത്തു വരുമ്പോഴും ആ ചിത്രത്തോടുള്ള പ്രതീക്ഷകളും വാനോളം ഉയരുകയാണ്. ആ കാത്തിരിപ്പിന് തക്ക മൂല്യം ചിത്രത്തിൽ നിന്ന് ലഭിക്കും എന്നത് തന്നെയാണ് പ്രേക്ഷകർ ജിത്തു ജോസഫിന്മേൽ അർപ്പിക്കുന്ന വിശ്വാസവും. ദൃശ്യം പോലെ ഇത്രയധികം ഭാഷകളിലേക്ക് റീമേക്ക് പോയി അവിടങ്ങളിലെല്ലാം ഒരുപോലെ ആരാധകരെ നേടിയ മറ്റൊരു ഫ്രാഞ്ചൈസി മലയാളത്തിൽ വേറെയില്ല. മലയാളത്തിൽ എന്ന പോലെ തന്നെ ബോളിവുഡും അവരുടെ ജോർജ് കുട്ടിക്കായി കാത്തിരിപ്പിലാണ്. മലയാളം ദൃശ്യത്തിന്റെ പുതിയ അപ്ഡേറ്റ് എന്താണെന്നാൽ ദൃശ്യം 3 ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസും അവരുടെ പങ്കാളികളായി പെൻ സ്റ്റുഡിയോസും മലയാളം ഒറിജിനലിന്റെ ആഗോള തിയേറ്ററിക്കൽ ഡിജിറ്റൽ റൈറ്റുകൾ വാങ്ങിയതായി ഔദ്യോഗികമായി സ്ഥിരീകരണം എത്തിക്കഴിഞ്ഞു എന്നതാണ്. ഇന്ത്യയിലെ തന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ സിനിമ ഏറ്റെടുക്കലാണിത്. ഈ കഥ ഒരു ആഗോള വേദി അർഹിക്കുന്നതാണെന്ന് ഞങ്ങൾ എപ്പോഴും വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ ഈ പുതിയ കൂട്ടുകെട്ടിലൂടെ അത് സംഭവിക്കുകയാണെന്നാണ് സംവിധായകനായ ജിത്തു ജോസഫ് പ്രതികരിച്ചത്. കേരളത്തിലെ സിനിമാ വ്യവസായത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പനോരമ സ്റ്റുഡിയോസിന്റെ ദീർഘകാല പദ്ധതിയുടെ ഭാഗമായാണ് ഈ പ്രഖ്യാപനം എന്നതാണ് ശ്രദ്ധേയം. മലയാള സിനിമ ഇന്ന് ഇന്ത്യൻ സിനിമാ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരിടമാകുന്ന കാഴ്ച നാം കുറച്ചായി കണ്ടുവരുന്നുമുണ്ട്. ജോർജ് കുട്ടി ഒരു സാധാരണക്കാരനാണ്. ലാലേട്ടന്റെ ജോർജ് കുട്ടി നമുക്കറിയുന്ന ഒരാളെ പോലെയാണ്. അയാളുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനും ആ സാധാരണക്കാരന്റെ അസാധാരണമായ ഇനിയുള്ള കഥ എന്താണെന്നറിയാനും കാത്തിരിക്കുന്നുണ്ട് സിനിമാ ആസ്വാദകർ.